വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്കിലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 10th ഫെബ്രുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 12th ഫെബ്രുവരി മുതൽ 16th ഫെബ്രുവരി വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ റീപ്പോ റേറ്റ് അതേ ലെവലിൽ തന്നെ 6.5% തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടും നമുക്കറിയാം 6th മീറ്റിങ്ങിലാണ് ഈ റീപ്പോ റേറ്റ് അതേ ലെവലിൽ തന്നെ നിലനിർത്തുന്നത്. ഇതിനുള്ള തീരുമാനത്തിൽ കമ്മിറ്റിയിലെ 6 മെമ്പേഴ്സിൽ 5 പേരും ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ നിലനിർത്താനാണ് ഉള്ള രീതിയിലാണ് വോട്ട് ചെയ്തത്. അതുപോലെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 24 ഫിനാൻഷ്യൽ ഇയറിലേക്ക് 5.4%ലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇയർ ഫൈനാൻഷ്യൽ ഇയർ 25ലേക്ക് CPI ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 4.5%ലേക്കാണ്. GDP റേറ്റ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 25ലേക്ക് RBI എക്സ്പെക്റ്റ് ചെയ്യുന്നത് 7%ലാണ് എന്നുള്ളതാണ് RBIയുടെ മീറ്റിങ്ങിൽ നിന്നുള്ള ഒരു ഹൈലൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. 137% ഉയർന്ന് 7,025 crores നെറ്റ് പ്രോഫിറ്റ് ടാറ്റ മോട്ടോഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായില്ല. അപ്പോൾ അത് അന്ന് ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസിന് ശേഷമാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇതുപോലെയുള്ള ഒരു 137% എന്നുള്ളൊരു വലിയൊരു റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം നമ്മൾ മൺഡേ ടാറ്റ മോട്ടോഴ്സ് ഒരു വലിയ റാലി നടത്തി 950 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ തന്നെ അന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് മാരുതിയുടെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും മുകളിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ടാറ്റ മോട്ടോഴ്സിന് അത് ഈ ലെവലിലേക്ക് വരാൻ സാധിച്ചതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ന്യൂസിനെ വെൽക്കം ചെയ്യാം. നമുക്ക് കഴിഞ്ഞ വീക്കിൽ പിന്നീട് വന്ന ഒരു Q3 റിസൾട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള Q3 റിസൾട്ട് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റേതായിരുന്നു. LIC കഴിഞ്ഞ നമ്മുടെ മാർക്കറ്റിലുണ്ടായ റാലിയിൽ കുറച്ചധികം പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷൻ പെർഫോമൻസിലുള്ള പ്രോഫിറ്റും കൂടിയതുകൊണ്ട് തന്നെ 49% ഇൻക്രീസാണ് ഈ ക്വാർട്ടറിൽ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 9,444.41 crores നെറ്റ് പ്രോഫിറ്റാണ് LIC ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം 95,267 crore ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൽ നിയർലി 70,000 crore സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് LIC ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നേടിയ പ്രോഫിറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള നമ്മളെല്ലാവരും കാണുന്ന ഒരു സ്ഥാപനമാണ് LIC എന്നുണ്ടെങ്കിൽ ഈ LIC ഏറ്റവും കൂടുതൽ ഇൻകം നേടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. അതിൽ കൃത്യമായിട്ടൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തുകൊണ്ട് അതുപോലെ നമ്മൾ അവർ പല സ്റ്റോക്കുകളും നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും ആ സ്റ്റോക്കുകൾ അതിൽ ഫ്ലക്ച്വേഷൻസിന് മൈൻഡ് ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇതുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ കാണുകയുണ്ടായതാണ് LICക്ക് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഈ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ വർഷം ഹെഡ് ബഗ് ഇഷ്യൂയോടുകൂടി ഒരു വലിയ കറക്ഷനോടൊക്കെ പോയപ്പോൾ അവർ ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് വീണ്ടും ഇപ്പോൾ നല്ല പ്രോഫിറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയും അതിൽ ക്ഷമയോടുകൂടി നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് LICയുടെ ഈ 95,267 crores പ്രോഫിറ്റ്. അതുപോലെ LIC കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഡിവിഡൻ്റ് ആയിട്ടുള്ള 4 rupees per share ഡിവിഡൻ്റ് കൂടെ ഈ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് 21st ഫെബ്രുവരിയാണ്. അതായത് 21st ഫെബ്രുവരി എന്നുള്ള ഡേറ്റിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ LICയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് 4 rupees സ്റ്റോക്ക് കൂടെ ഡിവിഡൻ്റ് കൂടെ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. അതുപോലെ നമുക്ക് LIC കഴിഞ്ഞ തേഴ്സ്ഡേയിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ നാലാമത്തെ ഏറ്റവും ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയായിട്ട് മാറുകയുണ്ടായില്ല സ്റ്റോക്ക് മാറിയപ്പോൾ. അതായത് LICയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 7 lakh crores മുകളിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അത് LIC ഇൻഫോസിസിനെയും ICICI ബാങ്കിനേക്കാളൊക്കെ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയായിട്ട് ഈ റാലിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ചാർട്ടിൽ കാണാം LICയുടെ സ്റ്റോക്ക് IPO കഴിഞ്ഞതിന് ശേഷം
വലിയൊരു കറക്ഷനിലൂടെ കടന്നു പോവുകയും കുറേയധികം ക്രിറ്റിസിസത്തിന് ഫേസ് ചെയ്യുകയൊക്കെ ചെയ്തതാണല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ 597 ലെവലിലാണ് ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാം കഴിഞ്ഞ വീക്കിൽ 1175 എന്നുള്ള ലെവലിലേക്ക് LIC റാലി ചെയ്തപ്പോൾ 96% റാലിയാണ് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പീരീഡിൽ ഈ ഫെബ്രുവരി വരെയുള്ള പീരീഡിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. എന്തായാലും LIC ഇതുപോലെയുള്ള പെർഫോമൻസും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് LICയിൽ നമുക്ക് ഈ വർഷത്തിൽ നമുക്കൊരു 1500 മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് LIC ഓൾറെഡി IPOയിൽ ലഭിച്ചവരും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവിടെ നിലനിർത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 26.6% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1518 ക്രോസാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ Q3 റിസൾട്ട്സിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. അത് നമ്മളിപ്പോൾ കാണുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം 212 ലെവലിൽ ആയിരുന്നു ഈ സ്റ്റോക്ക് ഒക്ടോബർ മന്തിൽ ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഈ 467 ലെവലിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലുള്ള റാലിയോടുകൂടി മോർ ദാൻ 120% ഒരു റാലിയാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതുപോലെയുള്ള നല്ല പല ഗവൺമെൻറ് കമ്പനികളും ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനും LICയും ഒക്കെ ഹയർ ലെവലിലേക്ക് ഇതുപോലെ റാലി ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അങ്ങനെയുള്ള റേസ് ചെയ്യുന്ന ഫണ്ടുകൾ പലപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും വളരെ നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വിശ്വാസം വളരെ കൂടുന്നതിന് മറ്റൊരു എക്സാമ്പിളാണ് അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ ജനുവരി മന്തിൽ 21,781 ക്രോർസാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഡിസംബറിലുണ്ടായിരുന്ന 16,997 ക്രോർസിനേക്കാളും 28% ഉയർന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ SIP വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 18,838 ക്രോർസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ജനുവരി മന്തിൽ വന്നിട്ടുള്ളത്. ഇത് 17,610 ക്രോർസ് എന്നുള്ള ഡിസംബർ മന്തിലുണ്ടായ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും 1,228 ക്രോർസിൻ്റെ ഇൻക്രീസാണ് ജനുവരി മന്തിൽ ഡിസംബറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് റിസൾട്ടുകളും അതുപോലെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വളരെ നല്ല രീതിയിലുള്ള ഇന്ത്യയുടെ ഔട്ട്ലുക്കും മറ്റുള്ള പൊളിറ്റിക്കൽ ഒരു കണ്ടിന്യൂറ്റി തന്നെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ അടുത്ത ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിലുണ്ടാകുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും എല്ലാം കൂടെ ഇന്ത്യൻ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അവർ ഒന്നുകിൽ ഇക്വിറ്റിയിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുന്നതും അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി നേരിട്ടോ അല്ലെങ്കിൽ SIP റൂട്ട് വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 52.59 ലാക്ക് ക്രോർസിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസം 50.81 ലാക്സ് ക്രോർസ് ആയിരുന്നു. ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയ്ക്കുള്ള സെൽ ഓഫിലൊക്കെ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി കുറയ്ക്കുമെന്നുള്ളത് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുതന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വർഷം കുറേയധികം സെല്ലേഴ്സായിട്ട് നമ്മുടെ മാർക്കറ്റ് അത് വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനുണ്ടായ കാരണവും നമ്മുടെ ദീപാവലി പിക്കായിട്ട് നമ്മൾ യൂട്യൂബിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകിയിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഒറിക്കോൺ എൻ്റർപ്രൈസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 32 ലെവലിൽ നിന്നും ഒരു 55 ലെവൽ വരെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഈ മാസത്തിൽ നമുക്കത് സ്റ്റോക്ക് 49.30 വരെയും ഒരു ഹൈ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓൾമോസ്റ്റ് 54% നമ്മുടെ ബൈങ് ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ ഇനിയും പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് ആയിട്ടുള്ള 55 വരെയും ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ കുറച്ചധികം നമ്മൾ ഫീഡ്ബാക്കുകൾ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ സർവീസ് ഉപയോഗിച്ചവർ എങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്നുള്ളതും അവരെങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു വ്യൂ കിട്ടണമെങ്കിൽ അത് ഓരോ ക്ലയൻസും അവരുടെ പെർസെപ്റ്റീവിൽ നിന്ന് തന്നെ നമ്മുടെ
നമുക്ക് ഫീഡ്ബാക്ക് തരുന്നത് നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു 3-4 അവരുടെ ഒരു ഫീഡ്ബാക്സുകൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റിക്വസ്റ്റിന് വന്ന ഒരു ഫീഡ്ബാക്കിലൂടെ നമുക്കൊന്ന് കാണാം. അത് കുറേ കൂടി നമ്മളെങ്ങനെയാണ് ഓരോ ക്ലയൻറ്റും വളരെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ പോലും വന്നിട്ട് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ആകുന്നത് അത് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ സർവീസ് ഉപയോഗിച്ച് നല്ല റെക്കമെൻഡേഷൻസ് എടുക്കുകയും പലരും ആ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനും അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന പല വൊളാറ്റിലിറ്റിയും ഫേസ് ചെയ്യുന്ന സമയത്തും ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ വളരെ കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയും ആ മാർക്കറ്റിലുണ്ടാകുന്ന നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുകയും പ്രോഫിറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമുക്കൊരു ഫീഡ്ബാക്ക് നമുക്ക് നോക്കാം. ഐ ആം സോ ഹാപ്പി വിത്ത് ദ സർവീസസ് ഓഫ് സജീഷ് സാർ and I am recommending all to avail the services to create good wealth. I subscribed VIP call for HBL Power and this is the first time ever I have notional profit of 254%. I have withdrawn my capital now and now I am holding cost-free shares of HBL. I bought 11,289 shares at 88.73, sold 3,220 shares at 310.57 and now I am holding 8,069 shares cost-free stocks worth rupees 25 lakhs, received a dividend of 11,289 also. Once again, I need to thank Sajesh sir and his entire Triplet team. I have a humble request to release another VIP pick. ഇദ്ദേഹത്തിന് ഒരു പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മളൊരു കോസ്റ്റ് വിഡ്രോ ചെയ്യുന്ന മെത്തേഡിലൂടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന 12 lakhs അതിൽ നിന്ന് വിഡ്രോ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 25 lakhsൻ്റെ പ്രോഫിറ്റ് ആ കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പോർഷനിലുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് പോകാം. ഫസ്റ്റ്ലി കൺവേ മൈ സ്പെഷ്യൽ താങ്ക്സ് ടു ട്രിപ്പിൾ പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് team for your outstanding advices and good stock recommendations. I have subscribed in your firm since September 22. From this period, 8 Diamond Pick stocks, VIP 1 and 2, Golden Pick 1, 2, 3 and 4 are subscribed. VIP 1 and 2 became double within a year, 10 lakhs each invested. Capital now withdrawn 10 lakhs each from Golden Pick 1 and 2 and Golden Pick 1 became 300% as on date. 3 stocks out of 8 became double. 4 stocks value increased more than 50% in Diamond Pick series. Golden Pick 1 achieved target 50%. Within 2 months and other picks reached 20%. I am very happy to invest in stock as per your recommendation because you will always select good companies stock. I have a plan to invest in stock for my daughter also. മറ്റൊരു ഫീഡ്ബാക്ക് കൂടി നമുക്കൊന്ന് കാണാം. I have been subscribing to all the Golden, Diamond and VIP picks. I have seen that although Golden pick performed slowly and steadily, your Diamond and VIP picks have always proven to be very profitable and performing well and also hitting their targets well before you forecasted. D19 NRI hit its target within a month of the announcement. Only today, 2 of my VIP stocks have already hit and an all-time high and I have booked good profits. I have very strong trust in your professional and sincere advices and would encourage the newcomers to please try to follow your advice to enjoy maximum profitable results. Thank you so much for your support and Triple team. മറ്റൊരു ഫീഡ്ബാക്കാണ്. ഐ വാണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രിപ്പിൾ എ. ഗുഡ് വെൽത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്രിപ്പിൾ എ. So far 13 Diamond Pick, 2 VIP Pick and 5 Golden Pick subscribed. Realized profit 43 lakhs. Unrealized profit 1.66 crores. Once again thanks for you and your team. നമുക്ക് കാണാം ഇതിൽ അദ്ദേഹത്തിന് 43 lakhsൻ്റെ പ്രോഫിറ്റ് റിയലൈസ്ഡ് ആണ്. ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസിന് അദ്ദേഹത്തിന് 1.66 crores പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതും. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്. ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹാപ്പിനെസ് റിഗാർഡിംഗ് ദ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഐ എം going through VIP Pick 1. I am a regular customer of Triple A Profit Analytics and I have subscribed to all the Diamond Picks except 1, VIP Pick and 2 of Golden Picks. The courage and confidence that I have received from Triple A in this period is priceless. I have purchased 12,000 quantities of HPL at an average price of 100.3 rupees and today I have sold 4,000 quantities at a price of 313. I had required my investment of 12 lakh plus and now with holding 8,000 quantities free of cost which is more than rupees 25 lakhs. Thank you once again for holding my hands tight to achieve the target and eagerly looking forward for the release of the next Diamond Pick.
ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് നോക്കാം. Thank you very much, Triple Profit team, for the trustful advice to people like me who do not have the expertise or time to study the stock market. I have started my stock market investment journey with a AAA over the last 2 years. It has been a wonderful experience so far with lots of ups and downs, but the expert advice from Mr. Sajish has helped me earn profits and continue my wealth creation journey. The golden picks and diamond picks are really great for accelerating wealth creation. Wishing Triple Profit team the very best and hope you continue the good work. ഇത് നമ്മുടെ കുറേയധികം ക്ലയൻസ് ഡയമണ്ട് പിക്കിലും ഗോൾഡൻ പിക്കിലും അതുപോലെ തന്നെ VIP പിക്കിലൂടെയൊക്കെ പ്രോഫിറ്റ് നേടിയവരാണ്. നമുക്ക് ഞങ്ങളുടെ VIP പിക്കിൽ കുറേയധികം നമ്മൾ കണ്ടു 1 പ്രോഫിറ്റ് നേടിയിരിക്കുന്നത്. നമുക്ക് VIP പിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. HPL ഇലക്ട്രിക് പവർ എന്നുള്ള ഈ സ്റ്റോക്ക് 79 റുപ്പീസിലാണ് നമ്മൾ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് 315 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മൾ ഒരു 299% പ്രോഫിറ്റിലെത്തിയതിന് ശേഷമാണ് കോസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ കഴിഞ്ഞ ഈ മാസം നമ്മൾ നൽകുകയുണ്ടായി. അതുപോലെ മറ്റൊരു VIP പിക്കായിരുന്നു VIP പിക്ക് 2 പ്രിക്കോൾ എന്നുള്ള സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 210 ലെവലിലാണ്. ഈ സ്റ്റോക്ക് 100%-അധികം പ്രോഫിറ്റിലായപ്പോൾ നമ്മൾ കോസ്റ്റ് വിഡ്രോ ചെയ്യാനുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുകയുണ്ടായി. അത് ആ സ്റ്റോക്ക് 424 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 101% പ്രോഫിറ്റിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ഡയമണ്ട് പിക്ക് 13A ആയിരുന്ന ആസ്ട്ര മൈക്രോവേവ് നമ്മളൊരു 320 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 645 ലെവലിലേക്ക് വന്നപ്പോൾ നമുക്ക് 101% പ്രോഫിറ്റിലായപ്പോൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അങ്ങനെ നമ്മൾ ആസ്ട്ര മൈക്രോവേവ് എന്ന നമ്മുടെ ഡയമണ്ട് പിക്കായ 13A പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലാണ്. നമ്മുടെ ഡയമണ്ട് പിക്ക് സീരീസിലെ ഡയമണ്ട് പിക്ക് 21 എന്നുള്ള റെക്കമെൻഡേഷൻ ഞങ്ങൾ ഈ ഫെബ്രുവരി മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് പിക്ക് 21ൻ്റെ പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസിലും അതുപോലെ തന്നെ വെൽത്ത് ബിൽഡർ എന്നുള്ള റെക്കമെൻഡേഷൻ സീരീസിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി LG എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ 570 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. വളരെ ഷോർട്ട് പീരിയഡിനുള്ളിൽ തന്നെ ജനുവരി മാസത്തിൽ എൻ്റർ ചെയ്ത സ്റ്റോക്കാണ്. ഇത് സ്റ്റോക്ക് 645 ലെവലിലേക്ക് ഒരു വലിയ റാലി നടത്തിയപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ഞങ്ങൾ LG എക്യുപ്മെൻറ്റ്സിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് 195 ലെവലിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് 220 ലെവലിലേക്ക് വന്നപ്പോൾ ഒരു 12% പ്രോഫിറ്റ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ബുക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ മറ്റൊരു ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി ആയിരുന്നു GICRE. ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 330 ലെവലിലാണ്. സ്റ്റോക്ക് ഞങ്ങൾ 420 ലെവലിലേക്ക് സ്റ്റോക്ക് റാലി ചെയ്തപ്പോൾ ഒരു 27% പ്രോഫിറ്റാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ പ്രിസം ജോൺസൺ എന്നുള്ള ഞങ്ങളുടെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിൽ റെക്കമെൻഡേഷൻ 140 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 195 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 39% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രിസം ജോൺസൺ എന്നുള്ള സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ സ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ ജനുവരി 29th അഡ്വൈസ് ചെയ്ത സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 595 ഒരു വലിയൊരു റാലി നടത്തിയപ്പോൾ വിതിൻ ഫ്യൂ ഡേയ്സ് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു സ്റ്റാർ സിമൻറ്റ്. 125 ലെവലിലാണ് ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 200 ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഈ സ്റ്റാർ സിമൻറ്റ് എന്നുള്ള വെൽത്ത് ബിൽഡർ പാക്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 36% ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ യെസ് ബാങ്ക് 31%, ട്രിവേണി ടർബൈൻ 24%, EH 24%, യൂക്കോ ബാങ്ക് 23%, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 21%, ദ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി 21%, ട്രെൻഡ് 21%, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ 20%, ഫീനിക്സ് മിൽസ് 19%, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് 19%, ഓയിൽ ഇന്ത്യ 18%, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ 16%, ഒലക്ട്ര ഗ്രീൻ ടെക്
15%, അതുപോലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 15% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകൾ ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലും ഈ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ ഒന്ന് നോക്കാം. നമുക്ക് കാണാം 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5871.4 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5325.7 crores ബയേഴ്സുമായിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 2 ഫെബ്രുവരിയിൽ ക്ലോസ് ചെയ്തിരുന്നത് 21,853 5th ഫെബ്രുവരി നിഫ്റ്റി 82 പോയിൻറ്റ്സ് താഴ്ന്നും 6th ഫെബ്രുവരിയിൽ 157 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. 7th ഫെബ്രുവരിയിൽ 1 പോയിൻറ്റ് മാത്രം ഉയർന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 8th ഫെബ്രുവരിയിൽ 212 പോയിൻറ്റ്സ് താഴ്ന്നും 9th ഫെബ്രുവരിയിൽ 64 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. ഈ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി ഫെബ്രുവരി മന്തിൽ 56 പോയിൻറ്റ്സ് ഉയർന്നാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ ഇമ്പോർട്ടൻറ്റ് DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 200 DMA വരുന്നത് 19,776 100 DMA വരുന്നത് 20,509 50 DMA വരുന്നത് 21,440 20 DMA വരുന്നത് 21,698 നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 21,662 ആ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കാം 22,013 22,437 22,649 23,174 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 21,662 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിട്ട് നിൽക്കുക 21,398 21,167 20,675 20,213 19,621 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ളൊരു വീക്കിലി റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 22,437 ലോവർ റേഞ്ച് 20,675 ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 21,662 ആയിരിക്കും. നമുക്കിനി അടുത്തതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഈ സ്റ്റോക്ക് 260 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്കൊരു അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന 290 ലെവലാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഒലക്ട്ര ഗ്രീൻ ടെക് ആണ്. ഈ സ്റ്റോക്ക് 1960 മുകളിലേക്ക് ബ്രേക്കൗട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക 2200 എന്നുള്ള ലെവലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ഒലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള സ്റ്റോക്കാണ്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, സ്നൈഡർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ അടുത്ത വീക്കിലെ ഒരു വാച്ച് ലിസ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.